ഉറുമ്പുകളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ തീർച്ചയായും വിശ്വസിച്ചേ തീരൂ. അങ്ങനെയൊരു ക്ഷേത്രം ഉണ്ട്. ഇനി മറ്റൊരു സംശയമുണ്ടാവുക, ഇത് കേരളത്തിന് പുറത്ത് അന്യസംസ്ഥാനത്തിലാവുമോ എന്നതാണ്. അതിനുള്ള ഉത്തരം ഇത് കേരളത്തിൽ തന്നെയാണ് എന്നതാണ്. ഉറുമ്പുകൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ ശല്യമായി കടന്നു വരാറുണ്ട്. നമ്മൾ പലപ്പോഴും ഭക്ഷണം പാചകം ചെയ്ത് അടച്ചു വെച്ചാൽ അതിൽ ഉറുമ്പ് കയറി വൃത്തികേടാക്കും. മാവിൽ ധാരാളം മധുരമുള്ള മാങ്ങകൾ ഉണ്ടായാലും അവ പറിക്കാൻ സാധിക്കുകയില്ല. അതിൽ നിറയെ ഉറുമ്പുകളുടെ കൂടായിരിക്കും. കണ്ണൂർ ജില്ലയിലെ തോട്ടടയ്ക്കടുത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രമുള്ളത്. കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കുള്ള വഴിയിൽ തോട്ടട ടൗണിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണം. കുറ്റിക്കകം എന്ന സ്ഥലത്താണ് ഉറുമ്പച്ചൻ കോട്ടമുള്ളത്. ഉദയമംഗലം ശ്രീ ഗണപതിയുടെ ആരൂഢമായിട്ടാണ് ഈ സ്ഥാനം കണക്കാക്കുന്നത്. ഉറുമ്പ് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇവിടെ ഒരു വഴിപാട് നേരുന്നത് നല്ലതാണ്. തേങ്ങമുട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഉദയമംഗലം ക്ഷേത്രത്തിൽ നിന്നുള്ള വ്രതക്കാർ ഇവിടെ വന്നാണ് തേങ്ങമുട്ട് എന്ന വഴിപാട് നടത്തുക. പ്രാർത്ഥനക്കാർക്ക് നേരിട്ട് നടത്താനുള്ള അനുവാദമില്ല. കണ്ണൂർ ജില്ലയിലെ കുറ്റിക്കകം എന്ന സ്ഥലത്താണ് തീർത്തും വ്യത്യസ്തമായ ഈ ആരാധനാലയം ഉള്ളത്. ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രം ആരൂഢസ്ഥാനം, അതാണ് ഈ സ്ഥലം. അതും കൂടിയാണ് അത്. ഇപ്പോഴാണ് അതിന് ശേഷമായിരിക്കും പിന്നെ ഈ ഉറുമ്പച്ചൻകോട്ടം വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഗണപതി ക്ഷേത്രത്തിന് ആദ്യം സ്ഥാനം കണ്ട സ്ഥലമാണിത്. ഇപ്പോൾ ഈ ക്ഷേത്രം കുറച്ച് അപ്പുറത്തായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഒന്ന് തേങ്ങമുട്ടാണ്, പിന്നെ ചന്ദനത്തിരി, അതായത് ബത്തി, അതുപോലെ വെളിച്ചെണ്ണ സമർപ്പണമൊക്കെ ഇവിടുത്തെ വഴിപാടുകളായിട്ട് നടക്കുന്നുണ്ട്. ഉറുമ്പച്ചൻ കോട്ടത്തിന് ഒരല്പമകലെ മാറിയാണ് ഇപ്പോഴത്തെ ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിന് മുൻവശത്ത് ഏറെ പ്രായമുള്ള ഒരു അരയാല് കാണാം. കെട്ടിലും മട്ടിലും ഏറെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ അടുത്ത കാലത്തായി ഒട്ടേറെ നവീകരണ പ്രവൃത്തികൾ നടന്നതായി കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.